എൻ്റെ പേര് ജെമിനി ലൂക്കോസ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ അടുത്ത് ഇരവിമംഗലം എന്നൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഞാനൊരു കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ഈ കുടുംബത്തിലെന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഭാര്യയും എൻ്റെ 4 മക്കളുമാണ്. 1993 ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ വന്ന ആളാണ് ഞാൻ. അന്ന് ഒരു കമ്പനിയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് എൻ്റെ കരിയർ ആരംഭിച്ചത്. പടിപടിയായി ഉയർന്ന് ഞാനൊരു നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന വാക്സിൻ കമ്പനിയിൽ മാനേജറായിരുന്നു. ആ മാനേജറായിരിക്കുന്ന സമയത്താണ് റോവസ് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് മാറുന്നത്. ആ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തൊരു വണ്ടിയായിരുന്നു മെഴ്സഡീസ് ബെൻസിൻ്റെ സി ക്ലാസ്. പക്ഷെ അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് ഏകദേശം വാങ്ങണമെന്നുള്ളൊരു ഫൈനൽ സ്റ്റേജിൽ എത്തിയതാണ്. അപ്പോഴാണ് എൻ്റെ 1-2 അടുത്ത ഫ്രണ്ട്സ് എന്നെ അഡ്വൈസ് ചെയ്യുന്നത്, ഒരു സെഡാൻ വേണ്ട, ഒരു SUV വണ്ടി തന്നെ മതി എന്ന് എന്നെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഫൈനലി ഞാനും അത് തീരുമാനിച്ചു, ഒരു SUV എടുക്കാം. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ പുതിയ ജനറേഷനിൽ GLC ലോഞ്ച് ചെയ്യുന്നു. പ്രൈസ് എത്രയാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഏകദേശം ഈ ഒരു കോസ്റ്റിൽ വണ്ടി മാർക്കറ്റിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ GLCക്ക് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പലരും പല വണ്ടികളും ഇതിൻ്റെ ഇടയ്ക്ക് പോയി കണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറയുന്നത് മെഴ്സഡീസ് തന്നെ ആയിരുന്നുകൊണ്ട് ഞാൻ GLC ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തു. GLC ലോഞ്ച് ചെയ്തപ്പോൾ GLC വന്ന് കണ്ടു, ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ GLC ഈ 2023 ഒക്ടോബറിൽ എൻ്റെ വീട്ടിലേക്ക് എത്തി. GLCയോടുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് GLCയുടെ ഇൻറ്റീരിയർ തന്നെയായിരുന്നു. അവരുടെ ആംബിയൻ ലൈറ്റിങ് വളരെ എനിക്ക് മറ്റേത് വണ്ടിയേക്കാളും കുറച്ചുകൂടി അതിൻ്റെ ഇൻറ്റീരിയർ കുറച്ച് മനോഹരമാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ GLCയുടെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ യൂട്യൂബിലുമൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിക്ക് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. അപ്പം സേഫ്റ്റിയിൽ മറ്റേത് വണ്ടിയോടും കിടപിടിക്കുന്ന അല്ലെങ്കിൽ മറ്റേത് വണ്ടിയേക്കാളും മുന്നിൽ നിൽക്കുന്ന സേഫ്റ്റി മെഴ്സഡീസ് ബെൻസിനുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ GLC ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു കംഫർട്ട് ഫീലിംഗ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നാടൊരു ഗ്രാമമാണ്. ഇതിലെ ഒത്തിരി ഗട്ടറുകളും ബമ്പുകളും ഒക്കെ ഉള്ള റോഡാണ്. അതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹെയർപിൻ ബെൻഡുകൾ ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നമുക്ക് എൻ്റെ SUVയിലൊക്കെ ആണെങ്കിൽ എനിക്ക് ബോഡി റോൾ നന്നായിട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ GLC പോകുമ്പോൾ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരു 3 പേര് പുറകിലിരുന്ന് ഞങ്ങൾ ഹൈ റേഞ്ചിൽ പോയിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, സാധാരണ ഹെയർപിൻ ബെൻഡുകൾ പോകുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നത് ഒരു സ്വാഭാവികമാണ്, തമ്മിൽ കൂട്ടിയിടിക്കും. പക്ഷേ ഇത് പല ഹെയർപിൻ ബെൻഡുകൾ എടുത്തിട്ടും ബാക്കിലിരുന്നവരുടെ ബോഡി തമ്മിൽ ഒന്ന് ഇടിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല എന്ന് പറയുന്നത് ആ വണ്ടിയുടെ ഒരു കംഫർട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വളരെ ടോട്ടലി ഈ വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സിലും ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. പിന്നെ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോഴും പുറകിൽ മക്കളോ ആരെങ്കിലും കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിലും അപ്പോൾ വണ്ടി പോകുന്നതോ ഓടുന്നതോ ഗട്ടർ ചാടുന്നതോ ഒന്നും അവരറിയാറില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണിയാണ്. ഇപ്പോൾ വീട്ടിലൊരു ബെൻസ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ലക്ഷറി വെഹിക്കിൾ എന്നുള്ളതിൻ്റെയും മെഴ്സഡീസ് എന്നുള്ള നമുക്ക് ആ ഒരു ലക്ഷറിയും ഫീച്ചേഴ്സും കംഫർട്ടും എല്ലാം മനസ്സിലായത്. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ വണ്ടികളോട് താല്പര്യം കൂടി. നമ്മളിപ്പോൾ റോഡിൽ ഒന്ന് ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു ഇത്തിരി കാലം കൊടുക്കുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് സ്പീഡിൽ കയറിപ്പോവും. വേറെ ഒരു വണ്ടിയിലും ഇതുവരെ അങ്ങനെ ആ ഒരു പവർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ റോഡിലൊക്കെ ഒരു ചെറിയ കുഴി വന്നാലോ അല്ലെങ്കിൽ ഇപ്പോൾ സെയിം റോഡിൽ കൂടെ നമ്മൾ വീടിനടുത്തുള്ള വഴികളിൽ കൂടെ തന്നെ 2 വണ്ടിയിൽ ഉള്ള വേറെ വണ്ടികളിലും ഇപ്പം ബെൻസിലും യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു സെയിം വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ശരിക്കറിയാം നമുക്ക്. സസ്പെൻഷനും അല്ലാതെ ഉള്ള ഒരു സീറ്റിങ്ങിലും ഒക്കെ കിട്ടുന്ന അങ്ങനെ മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കുവാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടി ജോലിയൊക്കെ ചെയ്ത് ഞാൻ സ്വന്തമായിട്ടൊരു സമ്പാദ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് വേറെ കുറച്ചുകൂടി ബെറ്റർ വണ്ടികൾ എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പം G-Wagon അല്ലെങ്കിൽ Maybach, G-Wagon ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടി ഫ്യൂച്ചറിൽ എനിക്ക് G-Wagon എടുക്കണം എന്നൊക്കെ ഒരു ഡ്രീമുണ്ട്. എൻ്റെ കമ്പനി ഈ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഡിഗ്നിറ്റി, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതൊക്കെ കൊണ്ടാണ് വീണ്ടും ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു വണ്ടി സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിയുന്നതിലും ഉപയോഗിക്കുന്നതിലും ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളെല്ലാം എനിക്ക് മെഴ്സഡീസ് ബെൻസ് വീണ്ടും പ്രിയങ്കരമായിട്ടേ ഉള്ളൂ, കുറവുകളൊന്നുമില്ല.